കേരളം പോയ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത തിരുവനന്തപുരം നെയ്യാറ്റിൻകര സമാധി വിഷയത്തിൽ ഒടുവിൽ ചോദ്യങ്ങൾക്ക് ഉത്തരമാവുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ദുരൂഹ സമാധി തുറന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുന്ന നിലയിൽ ഗോപൻ സ്വാമിയുടെ മൃതദേഹം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയിടം തുറന്നിരിക്കുകയാണ്. ഒരുപാട് വിവാദങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായത്. സമാധി തുറക്കാനാകില്ല എന്ന് കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ സമാധി തുറക്കണമെന്ന നിലപാടിൽ ഉറച്ച് ഒരു വിഭാഗം നാട്ടുകാരും രംഗത്ത് വന്നിരുന്നു. പിന്നീട് നിയമ നടപടികളിലേക്ക് കടന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സമാധി തുറക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ ഇതാ ഗോപൻ സ്വാമിയുടെ സമാധിയിടം തുറന്നിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. വിവാദ കല്ലറയ്ക്കുള്ളിൽ ഗോപൻ സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുന്ന നിലയിലാണ് ഗോപൻ സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കല്ലറയിൽ ഭസ്മവും പൂജാദ്രവ്യങ്ങളും ഒക്കെ ഉണ്ട്. കല്ലറയ്ക്കുള്ളിൽ മൃതദേഹത്തിന്റെ നെഞ്ചുവരെ ഭസ്മവും പൂജാദ്രവ്യങ്ങളും കൊണ്ട് നിറച്ച നിലയിലാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നും നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെയാണ് വ്യാഴാഴ്ച രാവിലെ തന്നെ സമാധിയിടം തുറക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. പ്രദേശത്ത് പോലീസിന്റെ കനത്ത സുരക്ഷയാണുള്ളത്. നാട്ടുകാരും മാധ്യമപ്രവർത്തകരും അടക്കമുള്ളവർ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസിന്റെ കനത്ത സുരക്ഷയുണ്ട്. നിലവിൽ സമാധിയിടം നിലനിൽക്കുന്നിടം കനത്ത പോലീസ് കാവലിൽ തന്നെയാണ്. ഇവിടേക്ക് പോലീസിനും ഉദ്യോഗസ്ഥർക്കും മാത്രമേ നിലവിൽ പ്രവേശനമുള്ളൂ. സമാധിയിടം മറച്ചിട്ടുമുണ്ട്. രാവിലെ 7 മണിയോടെ സബ് കളക്ടർ ആൽഫ്രഡ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ആളുകൾ സ്ഥലത്ത് വരുന്നതിനും പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും സമാധിയിടം പൊളിച്ച് മൃതദേഹം പുറത്തെടുത്താൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. ഇതിന് പിന്നാലെ പോസ്റ്റ്മോർട്ടവും നടക്കും. സമാധിയിടം പൊളിക്കുന്നതിനെതിരെ കുടുംബം നൽകിയ റിട്ട് ഹർജിയിൽ ബുധനാഴ്ച ഹൈക്കോടതിയിൽ നിന്നും അനുകൂല നിലപാട് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അതിയന്നൂർ കാവ് വിളാകത്ത് സിദ്ധൻ ഭവനിൽ ഗോപൻ സ്വാമി എന്ന നാട്ടുകാർ വിളിക്കുന്ന മണിയൻ സമാധിയായെന്ന് വീട്ടുകാർ പോസ്റ്റർ പതിപ്പിച്ച് നാട്ടുകാരെ അറിയിച്ചത്. ഏതായാലും വലിയ തോതിൽ പ്രതിഷേധം ഉയരുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. ശക്തമായ പോലീസ് കാവൽ ഇപ്പോൾ കാവ് വിളാകത്തുണ്ട്. വീട്ടുകാരെ പോലീസിന്റെ സുരക്ഷാ കസ്റ്റഡിയിലാക്കും എന്നുള്ളതാണ്. ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് മണിയന്റെ മകന്റെ ഭാര്യയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവർക്കൊപ്പം മണിയന്റെ ഭാര്യ സുലോചനയും മകൻ രാജസേനനുമുണ്ട്. പോലീസ് ഇവർക്ക് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിലും കോൺക്രീറ്റ് അറയ്ക്ക് സമീപവും പോലീസ് കാവലുണ്ട്. ഏതായാലും പിതാവിനെ മകൻ സമാധിയിരുത്തി എന്ന് പറയുന്ന സംഭവത്തിൽ കല്ലറ തുറന്നു പരിശോധിക്കുന്നതടക്കമുള്ള അന്വേഷണ നടപടികളുമായി ഏതായാലും ഭരണകൂടം മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും ഈ കാര്യത്തിൽ കല്ലറ തുറക്കാമെന്ന് വ്യക്തത വരുത്തിയതോടെ ഇനി നാട്ടുകാരും സംശയങ്ങൾ ഉന്നയിച്ചവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിന്റെ മണിക്കൂറുകളാണ്. ഇൻക്വസ്റ്റ്, പിന്നാലെ പോസ്റ്റ്മോർട്ടം, ദുരൂഹത ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ വരും മണിക്കൂറുകളിൽ വ്യക്തത ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. ഏതായാലും കഴിഞ്ഞ ഒരാഴ്ചയായി നാടകീയമായ സംഭവ വികാസങ്ങളാണ് കേരളം ഈ വിഷയത്തിൽ കണ്ടത്.